ഹലോ. അപ്പോഴേ ഇപ്പം ഞാൻ നിൽക്കുന്നത് പൊള്ളാച്ചിയിലാണ് നിൽക്കുന്നത്. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ ഞാനിവിടെ വന്ന് തങ്ങിയതായിരുന്നു. ഇവിടെ അടുത്തായിട്ടൊരു ലോഡ്ജിൽ തങ്ങി. റൂമിന് 500 രൂപയായിരുന്നു ചാർജ്. അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമായിരുന്നു. ഇപ്പോൾ ഞാൻ പോകുന്നത് വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. വാൽപ്പാറ 40 ഹെയർ പിൻ ബെൻഡുള്ള സ്ഥലമാണ്. നമ്മുടെ കേരളത്തിലെ പൊന്മുടിയിൽ 22 പിന്നെ മൂന്നാർ, വയനാട് ആ ഭാഗത്തെല്ലാം 20-ൽ താഴെയാണ് ഹെയർ പിൻ ബെൻഡുള്ളത്. ഇവിടെ 40 ഹെയർ പിൻ ബെൻഡുണ്ട്. കൊടും വളവുകളാണ്, കാണാൻ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോഴങ്ങോട്ടേക്കാണ് പോകുന്നത്. ബസ്സിലാണ് പോകുന്നത്. എന്തായാലും എപ്പോഴും അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ ബസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോയി നോക്കാം, എന്നിട്ട് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ നിന്ന് 65 കിലോമീറ്റർ ഉണ്ട് വാൽപ്പാറയ്ക്കുള്ള ദൂരം. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ വേണം അവിടം വരെ എത്താൻ. കാര്യം ഹെയർ പിൻ ബെൻഡും കയറ്റവും വളവുകളൊക്കെ ആയതുകൊണ്ട് ചിലപ്പം സമയം അതിൽ കൂടാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. പിന്നെ ഇവിടെ നിന്ന് അടുത്തുനിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ. ഒരു ദോശയ്ക്ക് 20 രൂപ. കൽദോശ എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ നാട്ടിലെ സാധാ ദോശ തന്നെയാണ്. ഒരു ദോശയ്ക്ക് 20 രൂപയും പിന്നെ ചായയ്ക്കും 20 രൂപ. ചായ ഞാൻ ഒരു അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. പക്ഷേ നല്ല ചായ ആയിരുന്നു കേട്ടോ. അപ്പോഴെന്തായാലും ഞാൻ നടന്ന് ആ ഒരു പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറിയിരിക്കുവാണ്. ദയവായിട്ട് നോക്കേ, ഒരു KSRTC ബസ് കിടപ്പുണ്ട്. പാലക്കാട് പോകുന്ന ബസ്സാണ്. നമുക്ക് പോകേണ്ട ബസ് ഇതാണ്ടേ, വാൽപ്പാറ. ഈ ബസ്സാണ് നമുക്ക് പോകേണ്ടത്. ആൾക്കാർ ഇടിച്ച് കയറാൻ വേണ്ടി നിൽക്കുവാണല്ലോ. വിൻഡോ സീറ്റെല്ലാം പോയെന്നാണ് തോന്നുന്നത് കേട്ടോ. ആൾക്കാരൊക്കെ ബാഗെല്ലാം വെച്ചിരിക്കുവാണ്. അടുത്ത ബസ്സിൽ പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ, ആൾക്കാർ ഇടിച്ച് കയറുവാണ്. പക്ഷേ ഇത് സാധാരണ ബസ്സിൻ്റെ അത്രയും നീളമുള്ള ബസ്സല്ല, കട്ട് ചേസ് ബസ്സാണ് കേട്ടോ. നീളം കുറഞ്ഞ ബസ്സാണ്. മലമുകളിലേക്ക് പോകുന്നത് കൊണ്ട്, വളവുകളും തിരിവുകളും ഉള്ളത് കൊണ്ട് കട്ട് ചേസ് ബസ്സാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് കപ്പാസിറ്റിയും കാണില്ല, സീറ്റ് കുറവാണ്. അപ്പോൾ ഈ ബസ്സിൽ പോക്ക് നടക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ബസ്സിൽ പോകേണ്ടി വരും. അടുത്ത വേറൊരു ബസ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ബസ്സിലേക്ക് കയറാം. എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. വിൻഡോ സീറ്റ് വേണമെന്നൊന്നും ഇല്ല. ഇപ്പോഴും ആൾക്കാരെല്ലാം ഇടിച്ചു കയറാൻ നിൽക്കുന്ന കണ്ടില്ലേ. അങ്ങനെ ഏറ്റവും ബാക്കിലത്തെ സീറ്റ്, വളവുകളും തിരിവുകളും വളഞ്ഞ് പോകാൻ പറ്റിയ സീറ്റ്, ചാടി പോവാം. ഏറ്റവും ബാക്കിലത്തെ ഒരു വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും 65 കിലോമീറ്റർ വളഞ്ഞ് പുളഞ്ഞ് പോകണമല്ലോ. എന്തായാലും പോവാം. അങ്ങനെ നമ്മുടെ ബസ്സിൽ ഡ്രൈവർ കയറിയിരിക്കുവാണ്. കണ്ടക്ടറും കയറാൻ വേണ്ടി പോവുകയാണ്. കയറി 11:30 വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ബാക്ക് സീറ്റിലിരുന്നാൽ വേറൊരു ഗുണമുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ നിന്നുള്ളൊരു വ്യൂവും കിട്ടും, ബാക്കിലേക്കുള്ളൊരു വ്യൂ. അത് ഉപകാരമാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും ആൾക്കാരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ പൊള്ളാച്ചി ടൗണിലൂടെ ബസ് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എവിടെയായിട്ടൊരു പള്ളി കാണാം, പൊള്ളാച്ചി പള്ളി. ഈ മരങ്ങൾക്ക് ബാക്കിലായിട്ട് കാണുന്നത് പൊള്ളാച്ചി മുനിസിപ്പാലിറ്റി. അങ്ങനെ പൊള്ളാച്ചിയിൽ നിന്ന് ബസ് കുറേ മുന്നിലോട്ട് പോയിട്ട് ഇപ്പോഴ് തമിഴ്നാടിൻ്റെതായ തനത് ശൈലിയിലുള്ളൊരു ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. അവൽ ചിന്നപ്പാളയം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവൽ ചിന്നപ്പാളയം. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടൗണിലേക്ക് വന്നത്. പൊള്ളാച്ചി ടൗണിൻ്റെ ആ ഒരു പ്രതീതിയൊക്കെ മാറി കേട്ടോ. ഇപ്പോഴേ കൃഷിയിടങ്ങളെല്ലാം ചെറുതായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ വീണ്ടും കാണാൻ സാധിക്കും. നമ്മൾ പോകുന്ന റൂട്ടിലായിട്ട് ഒരുപാട് തെങ്ങുംതോപ്പ് കാണാം കേട്ടോ. ഈ കാണുന്നതെല്ലാം തെങ്ങുംതോപ്പാണ്. ഏക്കർ കണക്കിനുണ്ട്, ഇഷ്ടം പോലെ. വലിയ ഹൈറ്റ് വരാത്ത ടൈപ്പ് തെങ്ങുകളാണ്. നോക്കേ, പൊക്കം കുറഞ്ഞ ടൈപ്പ് തെങ്ങുകളാണ്. പിന്നെ നമ്മുടെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് 2 ഭാഗത്തും പുളിമരങ്ങളാണ്. പുളിമരങ്ങൾക്ക് നടുവിലൂടെ ഉള്ള റോഡിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം തണലുണ്ട്. ഞാനിരിക്കുന്ന ഭാഗത്ത് അത്യാവശ്യം വെയിലടിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതുപോലെ പുളിമരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് വെയിലകത്തേക്ക് അടിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു തണൽ കിട്ടുന്നുണ്ട്. കുറേ കൂടെ മുന്നിലേക്ക് യാത്ര ചെയ്തു വന്നപ്പോൾ മലനിരകൾക്കടുത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വലിയ മലനിരകൾക്ക് മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുകളിലേക്ക് വഴിയുണ്ട് പോകാൻ. അതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഇതോ കണ്ടില്ലേ, ഓപ്പോസിറ്റായിട്ട് വലിയൊരു മല നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് 40 ഹെയർ പിൻ ബെൻഡ് കയറിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയിൽ നിന്നും 24 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതിന് ശേഷം ആഴിയാർ ഡാം എത്തിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ആ ഒരു മലനിരയ്ക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്.
ആഴിയാർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ബസ് നിർത്തിയിട്ട് ബസ് മുന്നിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ആഴിയാർ ഡാം എത്തും. ഇവിടെ നിന്ന് ഈ മരങ്ങൾക്കിടയിലൂടെ നോക്കുമ്പോഴേ ആഴിയാർ ഡാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. തിക്കായിട്ട് മരങ്ങൾ നിൽക്കുവാണ്, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഡാമിൻ്റെ ഒരു ഭാഗം കാണാം അതിനിടയിലായിട്ട്. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ. കുറേ ആൾക്കാരെല്ലാം വരുന്ന ഒരു സ്ഥലമാണ്. വാൽപ്പാറയ്ക്ക് പോകുന്ന ആൾക്കാരല്ലാതെ ഇവിടത്തേക്ക് മാത്രമായിട്ടും ആൾക്കാർ വരാറുണ്ട്. ആഴിയാർ അണയെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ടെല്ലാം കച്ചവടങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഡാമിൻ്റെ പരിസരത്ത് നമ്മൾ സാധാരണയായി കാണുന്ന ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും അങ്ങനത്തെ പലതരം കച്ചവടങ്ങളെല്ലാം ഈ പരിസരത്തായിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇവിടെ എല്ലാം വരി വരിയായിട്ട് കച്ചവടങ്ങളാണ്. കൂൾ ഡ്രിങ്ക്സും കരിമ്പിൻ ജ്യൂസും എല്ലാം ഉണ്ട്. യെസ്, ഇവിടെ ആൾക്കാർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡോർ ഓപ്പൺ ആയിരിക്കുവാണ്. ഈ കാണുന്നതാണ് ഡാമിലേക്ക് പോകുന്ന എൻട്രൻസ്. പാർക്കും അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ ഡാമിനുള്ളിലായിട്ട്. നമ്മുടെ ഈ ബസ്സിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് അപ്പുറത്തെ ഭാഗത്തായിട്ട് മീൻ പൊരിച്ചു കൊടുക്കുന്ന കടകളെല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, ആ ഒരു ഭാഗത്തായിട്ട് കുറേ സ്റ്റാളുകളെല്ലാം ഉണ്ട്. നമുക്ക് നോക്കട്ടെ, പറ്റുമെങ്കിൽ വാൽപ്പാറയിലോ അല്ലെങ്കിൽ പൊള്ളാച്ചിയിലോ സ്റ്റേ ചെയ്യുവാണെങ്കിൽ, തിരികെ വരുമ്പോൾ സ്റ്റേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഡാമിലേക്കൊന്ന് വരാം. ഞാൻ മുൻപ് ഒരു തവണ വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. എന്തായാലും തിരികെ വരുമ്പോൾ പറ്റുമെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറാം. അങ്ങനെ നമ്മൾ വാൽപ്പാറ ഗട്ട് റോഡിലേക്ക് കയറിയിരിക്കുവാണ്. ഇത് പൊള്ളാച്ചി വാൽപ്പാറ ഗട്ട് റോഡ് എന്നാണ് പറയുന്നത്. ഈ റോഡ് സർവേ ചെയ്ത് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരൻ മിസ്റ്റർ ലോം ആണ്. അതുകൊണ്ട് നമ്മൾ പോകുന്ന 40 ഹെയർ പിൻ ബെൻഡിൽ 9ാമത്തെ ഹെയർ പിൻ ബെൻഡിന്റെ പേര്, അവിടെ നിന്നുള്ള ഒരു വ്യൂ പോയിന്റിന്റെ പേര് ലോംസ് വ്യൂ പോയിന്റ് എന്നാണ്. അങ്ങനെ നമ്മൾ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കേ, നല്ല മനോഹരമായിട്ടുള്ള വലിയ വലിയ പർവ്വതങ്ങൾ. ആഴിയാർ ഡാം കഴിയുമ്പോഴാണ് ശരിക്കും മലമുകളിലേക്ക് ബസ് കയറുന്നത്. ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ ഡാമിലെ വെള്ളമെല്ലാം കാണാൻ സാധിക്കുമായിരുന്നു. വെള്ളത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ കാണാം. വെൽക്കം ടു ആനമലൈ ടൈഗർ റിസർവ്. അങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് എല്ലാം കാണുന്നുണ്ട്. ഇവിടെ ആയിട്ട് പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം ചെക്ക് ചെയ്യുവാണ്. മദ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ആനമലൈ ടൈഗർ റിസർവിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ആഴിയാർ ഡാമിലെ വെള്ളം, റിസർവോയറിലെ വെള്ളമാണ് ഈ കാണുന്നത്. ആഴിയാർ ഡാമിന് 3690 അടി വീതിയും 218 അടി ഉയരവും ഉണ്ട്. ഇതൊരു ഗ്രാവിറ്റി ഡാമാണ്. അതായത് ഡാമിൻ്റെ ഭാരം കൊണ്ടിട്ടാണ് വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നത്. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും ഒരു ഗ്രാവിറ്റി ഡാമാണ്. അതായത് ഒഴുകി വരുന്ന വെള്ളത്തിൽ നമ്മൾ നല്ല ഭാരമുള്ള ഒരു കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിൽക്കുമല്ലോ, ആ ഒരു സിസ്റ്റമാണ് ഗ്രാവിറ്റി ഡാം. നോൺ ഗ്രാവിറ്റി ഡാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടുക്കിയിലെ ആർച്ച് ഡാം ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ ഫോഴ്സിനെ ആ ഒരു കർവ് ഷേപ്പ് പല പല ഭാഗത്തായിട്ട് സ്പ്ലിറ്റാക്കി വിടും. ആ ഒരു ഫോഴ്സിനെ 2 ഭാഗത്തായിട്ട് സ്പ്ലിറ്റാക്കി വിടും. അതുകൊണ്ടത് ഗ്രാവിറ്റി ഡാം അല്ല, ഭാരം വെച്ച് തടഞ്ഞു നിർത്തുന്ന ഡാമാണ് ഗ്രാവിറ്റി ഡാം. അപ്പോൾ ഈ ആഴിയാർ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ്. ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ, അറിയാലോ ഡാം എന്ന് പറയുമ്പോൾ. എന്നാലും നമ്മുടെ മുല്ലപ്പെരിയാറിനേക്കാൾ വലിയ ഡാമാണ്. പക്ഷേ നമ്മുടെ ഇടുക്കിയിലെ ആർച്ച് ഡാമിൻ്റെ അത്രയും ഉയരമില്ല, വീതി അതിനേക്കാളുണ്ട്. മലമുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെയും ഡാമിൻ്റെ എല്ലാം ആ ഒരു വ്യൂ അടിപൊളിയാണ്. എന്തായാലും നല്ല പച്ച കളറിൽ വെള്ളം കാണുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. വലിയ വലിയ മലനിരകൾക്ക് നടുവിലായിട്ടേ കൊള്ളാം. ഇവിടെ ആയിട്ട് സേവ് വൈൽഡ് ലൈഫ് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇതേപോലത്തെ തിട്ടകളിൽ ഒരുപാട് കുരങ്ങന്മാരിരിക്കും കേട്ടോ. അത് മിക്കപ്പോഴും കാണാൻ സാധിക്കും. ഇതുപോലത്തെ ഹിൽ സ്റ്റേഷനിൽ പോകുമ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. കുരങ്ങന്മാരും ഇരിക്കുന്നത് കാണാം. പിന്നെ ഈ വർക്കിംഗ് ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം ശനിയാണ്, അതുകൊണ്ട് കപ്പിൾസ് ഒന്നും കാണില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പിൾസും കാണാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ഊട്ടി, കൊടൈക്കനാൽ, വാൽപ്പാറ, മൂന്നാർ, വാഗമൺ അവിടെയൊക്കെ പോകുമ്പോൾ ഇതേപോലെയുള്ള വളവുകളിൽ കുരങ്ങന്മാരെയും കാണാം, ഇവരെയും കാണാം. അങ്ങനെ നമ്മുടെ ബസ് 2ാമത്തെ ഹെയർ പിൻ ബെൻഡ് വളയുവാണ്. 1ാമത്തെ ഹെയർ പിൻ ബെൻഡ് നമുക്ക് കിട്ടിയില്ല. അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും വീണ്ടും ഹെയർ പിൻ ബെൻഡുകൾ കാണാം. അതുകൊണ്ട് പിന്നെ നഷ്ടമൊന്നുമില്ല, ഒന്ന് കിട്ടിയില്ലെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്.
ഇതാ നോക്കേ, ഒരു കനാലിലൂടെ വെള്ളമെല്ലാം ഒഴുകി പോകുന്നത്. ഇതേപോലത്തെ കാഴ്ചകളെല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള വാട്ടർഫാൾസ് എല്ലാം കാണാം. അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഗോ സ്ലോ അങ്ങനെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ബസ്സിൽ പിന്നെ പയ്യെ പോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഈ കാറ്, ബൈക്ക് അതെല്ലാം ഹെയർപിൻ ബെൻഡെല്ലാം ഒരു വല്ലാത്ത വളവാണ് വളച്ച് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളിലാണ് വരുന്നതെങ്കിൽ കുറച്ച് കെയർ ചെയ്ത്, കുറച്ചല്ല നല്ലതുപോലെ കെയർ ചെയ്ത് വാഹനം ഓടിക്കുക. ഇതാ കണ്ടില്ലേ, പെട്ടെന്നായിരിക്കും ഓപ്പോസിറ്റായിട്ട് ലോറി എല്ലാം വരുന്നത്. നമ്മുടെ ബസ്സിന് മുന്നിലായിട്ട് ഒരു ലോറി വന്ന് നിൽപ്പുണ്ട്. കണ്ടില്ലേ, ഒരുവിധം അഡ്ജസ്റ്റ്മെൻറ്റിലേക്കാണ് ബസ് പോകുന്നത് ഇങ്ങനത്തെ ഹെയർപിൻ ബെൻഡൊക്കെ വരുമ്പോൾ. ഇതാണ് ബാക്ക് സീറ്റിലിരുന്നതിൻ്റെ ഗുണം. പെട്ടെന്ന് ബാക്കിലേക്ക് നോക്കാൻ സാധിക്കുന്നുണ്ട്. ദൂരെയായിട്ട് താഴെയായിട്ട് നമ്മൾ കണ്ട ആ ഒരു ഡാമിൻ്റെ റിസർവറിലെ വെള്ളമാണ് കാണുന്നത്. സത്യത്തിൽ ആ ഒരു ഡാമിൻ്റെ വെള്ളം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ഭംഗി കാണില്ലായിരുന്നു അല്ലേ. ഡാം നിർമ്മിച്ചത് 1950 കാലഘട്ടത്തിലാണ്. 1959 ഡാമിൻ്റെ പണി പൂർത്തിയായത്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇതേപോലെ മരങ്ങൾ കാണും. മരങ്ങളുടെ തടസ്സം മാറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല വ്യൂവും കാണും. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് നോക്കേ, ഡാമിൻ്റെ നല്ലൊരു വ്യൂ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങൾ നല്ലതുപോലെ കാണാൻ സാധിക്കും. ഇതവിടെ താഴെയായിട്ട് നമ്മൾ കയറി വന്ന റോഡുകൾ കാണാം കേട്ടോ. കാണിച്ചു തരാം, എവിടെങ്കിലും ക്ലിയർ ആയിട്ടൊരു വ്യൂ കിട്ടട്ടെ. ഇതവിടെ കണ്ടില്ലേ, ദൂരെയായിട്ട് നമ്മൾ പോകുന്ന റോഡെല്ലാം ദൂരെയായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും, മുകളിലായിട്ടില്ല. നമ്മൾ വന്ന വഴികൾ താഴെയായിട്ടും കാണാം. ഇതാ കണ്ടില്ലേ, താഴെയായിട്ട് നമ്മൾ വന്ന വഴികളാണ്. അടുത്തത് 9ാമത്തെ ഹെയർപിൻ ബെൻഡാണ് വളയാൻ വേണ്ടി പോകുന്നത്. അവിടെയാണ് ലോംസ് വ്യൂ പോയിന്റ്. ആ താഴെയായിട്ട് നോക്കേ, നമ്മൾ വളഞ്ഞു വന്ന വഴിയാണ് കാണുന്നത്. ഇവിടെ നിന്നും അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഓക്കെ, വളവ് ബാക്കിലിരിക്കുന്നത് കൊണ്ടേ വളവുകൾ വരുമ്പോൾ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാലും പ്രതീക്ഷിച്ച് അത്ര പാടില്ല. ഞാൻ വിചാരിച്ച് തൂക്കി അടിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശരിക്കും ഞാൻ കംഫർട്ടാണ്. നല്ല രസമുണ്ട് ബാക്കിലിരിക്കാൻ. എന്താ നോക്കേ, നല്ല ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. ഫ്രണ്ടിലായിട്ട് വേറെ ആരുടെയും ശല്യമൊന്നുമില്ല. നല്ലതുപോലെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ചുമ്മാ നല്ല ബസ്സിലെ കിളികളെല്ലാം ഏറ്റവും ബാക്കിലത്തെ സീറ്റിൽ വന്നിരിക്കുന്നത്. അങ്ങനെ നേരത്തെ കണ്ടതായിരുന്നു ലോംസ് വ്യൂ പോയിന്റ്. അത് കഴിഞ്ഞു. ഇത് 10ാമത്തെ ഹെയർപിൻ ബെൻഡ് വളയുവാണ്. നമ്മുടെ ബാക്കിലായിട്ട് വണ്ടികൾ ഇങ്ങനെ വരിയായിട്ട് വരുവാണ്. നമ്മളത് അതുവഴി കൂടെയാണ് ഇങ്ങനെ വന്നത്. ലോംസ് വ്യൂ പോയിന്റ് കണ്ടില്ലേ, ആ കാണുന്നതാണ്. ആ ട്രാവലർ ഇങ്ങനെ വളഞ്ഞു വരുന്നത് കണ്ടില്ലേ. അടുത്തത് 11ാമത്തെ ഹെയർപിൻ ബെൻഡ് വളയുവാണ്. അങ്ങനെ ഓരോരോ ഹെയർപിൻ ബെൻഡായിട്ട് കാണിക്കാൻ പറ്റിയില്ലെന്ന് വരും കേട്ടോ. കാര്യം എല്ലാം ഒന്നും വീഡിയോയിൽ കിട്ടില്ല. ഓക്കെ, വളഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വളയും പൊളയും ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ പക്ഷേ സ്റ്റെബിലൈസ്ഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. കാര്യം വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ടേ. 12ാമത്തെ ഹെയർപിൻ ബെൻഡ് കൊണ്ടയൂസി വളവ്. ഇത് നോക്കേ, മുകളിലായിട്ട് നമ്മളിങ്ങനെ ഓരോ വളവുകളും വളയുമ്പോൾ മുകളിലായിട്ട് വേറെ വേറെ വഴികൾ കാണാം. നമുക്ക് പോകാനുള്ള വഴിയാണത്. നമ്മൾ വന്ന വഴി താഴെ ഇത് അവിടെയായിട്ട് നോക്കേ. നമ്മൾ അതുവഴി കൂടെയൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും കൊള്ളാമല്ലേ.
ഓക്കെ, പാമ്പ് വളഞ്ഞു കിടക്കുന്നത് പോലെ വളഞ്ഞും പൊളഞ്ഞും കിടക്കുകയാണ് വഴികൾ. ഇതോ കണ്ടില്ലേ, ബസ്സെല്ലാം ബാക്കിലായിട്ട് കയറ്റം കയറി വരുന്നത്. അങ്ങനെ നമ്മൾ 14ാമത്തെ ഹെയർപിൻ ബെൻഡെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടില്ലേ, തിക്ക് ഫോറസ്റ്റ് ആണ്. ഇപ്പോൾ ആ ഒരു ഹെയർപിൻ ബെൻഡിൻ്റെ വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാട്ടിനകത്തൂടെയാണ് പോകുന്നത്. നേരത്തെ ഹെയർപിൻ ബെൻഡ് വളയുമ്പോൾ താഴെയായിട്ട് നമ്മുടെ റോഡുകൾ, നമ്മൾ വന്ന റോഡുകളും പോകാനുള്ള റോഡും എല്ലാം കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും പക്ഷേ അങ്ങനെയൊന്നും കാണുന്നില്ല, ചുറ്റും കാടാണ്. ശരിക്കും ഇപ്പോഴൊരു തണുത്ത അന്തരീക്ഷം ഫീൽ ചെയ്ത് തുടങ്ങി കേട്ടോ. ആ ഒരു വെയിലിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഒരു ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെവി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടയുന്നുണ്ട്. അടുത്ത ഹെയർപിൻ ബെൻഡ് വളയുവാണ്, 16ാമത്തെ ഹെയർപിൻ ബെൻഡ്. അങ്ങനെ നമ്മൾ 14, 15, 16 ഹെയർപിൻ ബെൻഡെല്ലാം കഴിയുമ്പോൾ ചെവിയെല്ലാം അടഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെവി തുറക്കും, ഇടയ്ക്കിടയ്ക്ക് ചെവി അടയും. എന്തായാലും കൊള്ളാം ഈ ഒരു അനുഭവം. ഇവിടെ മാത്രമല്ല, നമ്മൾ ഇതേപോലത്തെ ഹിൽ സ്റ്റേഷനിലെല്ലാം പോകുമ്പോൾ ഇതേപോലെ ചെവി അടയ്ക്കലും തുറക്കലും ഒക്കെ സാധാരണ സംഗതിയാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബസ് അട്ടക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുവാണ്. സാധാരണ ഇവിടെ ചായ കുടിക്കാനൊക്കെ നിർത്തുന്നതാണ്. നമ്മുടെ ബസ്സും നിർത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ചായ കുടിക്കാൻ വേണ്ടി ബസ് നിർത്തിയിരിക്കുവാണ്. അട്ടക്കട്ടി ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ്. അട്ടക്കട്ടി അത്യാവശ്യം ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ചായ കുടിക്കാം, കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം, അങ്ങനെയെല്ലാം പറ്റുന്നൊരു സ്ഥലമാണ് അട്ടക്കട്ടി ന്യൂ റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് എല്ലാം കാണുന്നുണ്ട്. ഈ കാണുന്നതാണ് ഒഫീഷ്യലി അട്ടക്കട്ടി ബസ് സ്റ്റോപ്പ്. കൊള്ളാലോ, നല്ല ബസ് സ്റ്റോപ്പാണ്, ഇരിക്കാനൊക്കെ പറ്റുന്ന ബസ് സ്റ്റോപ്പാണ്. അവിടെ ആയിട്ടൊരു ഹോൺബിൽ വ്യൂ പോയിൻറ്റ്, അങ്ങനെയെല്ലാം ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. വാൽപ്പാറ ഇവിടെ നിന്നും 28 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. ശ്രീ ബാലാജി ടെമ്പിൾ 26 കിലോമീറ്റർ. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളുടെയും കിലോമീറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. സാധാരണ ഊട്ടി, കൊടൈക്കനാൽ അതേപോലത്തെ സ്ഥലങ്ങളിലെല്ലാം ചെറിയ കുപ്പി വെള്ളങ്ങൾ വാങ്ങാൻ കിട്ടില്ല. പക്ഷേ ഇത് എവിടെയായിട്ട് നോക്കേ, 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ എല്ലാം വാങ്ങാൻ കിട്ടുന്നുണ്ട്. മുന്നിലേക്ക് പോകുമ്പോഴെന്താ അവസ്ഥയെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ എല്ലാം അതിൻ്റെ കച്ചവടങ്ങളുണ്ട്. അങ്ങനെ ബസ്സും സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ. ബസ് ഓഫ് ചെയ്തിട്ടില്ല. ഡ്രൈവറും കണ്ടക്ടറും ചായ കുടിക്കാൻ വേണ്ടി പോയിരിക്കുവാണ്. എന്തായാലും ആ ഒരു ബസ്സിൻ്റെ മൂളക്കം നല്ല രസമുണ്ട്, ആ ഒരു സൗണ്ട് കേൾക്കാനേ, ലൈലൻഡിൻ്റെ ആ ഒരു ശബ്ദം. ബസ്സിന് എന്തെങ്കിലും പറയണോ നമുക്ക് ചോദിക്കാം അല്ലേ. ബസ് എന്തോ പറയുന്നത് പോലെ ഉണ്ടല്ലേ അങ്ങനെ നിന്നപ്പോഴേ. എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം. ഓ, പന്നി കാട്ടുപന്നി റോഡ് ക്രോസ് ചെയ്ത്. അങ്ങനെ നമ്മുടെ ബസ് അട്ടക്കട്ടിയിൽ നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. പുറപ്പെടാൻ വേണ്ടി പോയപ്പോൾ ഒരു നെല്ലിക്ക കച്ചവടം ചെയ്യുന്ന ചേട്ടൻ ബസ്സിലെ ഒരാൾക്ക് നെല്ലിക്ക കച്ചവടം ചെയ്തു. അതുകൊണ്ട് വണ്ടി വീണ്ടും നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹമാണ് നെല്ലിക്ക കച്ചവടം ചെയ്യുന്ന ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതാ കണ്ടില്ലേ, നല്ല നെല്ലിക്കയുണ്ട്, നല്ല കിടിലം നെല്ലിക്ക. ഇവിടെ ആയിട്ട് ചെറിയൊരു വാട്ടർഫാൾ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു അരുവി ഈ പാലത്തിന് താഴെ കൂടെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പല പല കാഴ്ചകൾ കാണാം നമ്മൾ പോകുന്ന വഴിയിലായിട്ടേ. പെട്ടെന്ന് വീഡിയോയിൽ കിട്ടില്ല, നിങ്ങൾ നേരിട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. പ്രൈവറ്റ് വാഹനങ്ങളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്ലോ ചെയ്ത് അതൊക്കെ നിന്ന് കണ്ടിട്ട് പോകാനുള്ള സമയം കിട്ടും. ഇത് ഗവൺമെൻറ് ബസ് ആയതുകൊണ്ട് അവരുടെ വഴിക്കല്ലേ അവർ പോവുള്ളൂ. അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 27ാമത്തെ ഹെയർപിൻ ബെൻഡെല്ലാം കഴിഞ്ഞു കേട്ടോ. നോക്കേ, അടിപൊളി വ്യൂ അല്ലേ. തട്ടുതട്ടായിട്ട് ഇങ്ങനെ മലനിരകൾ ഒരുപാട് ദൂരെയായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ബസ്സിനകത്ത് പാട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കുവാണ്, എന്താ പാട്ട് സൗണ്ട് കുറച്ചിട്ടിരിക്കുന്നത്, ആർക്ക് കേൾക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ചെവി അടഞ്ഞിരിക്കുക, പാട്ട് ഒച്ചത്തിൽ തന്നെ ഇട്ടിരിക്കുന്നത്. ഇപ്പോഴും ശരിക്കും ഒരു കൂളിംഗ് ബസ്സിനകത്തേക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കരമായൊരു കൂളിംഗ് അല്ല, ചെറിയൊരു കൂളിംഗ് അകത്തേക്ക് കിട്ടുന്നുണ്ട്. ചെറിയൊരു AC കൂളിംഗ് പോലെ ഒരു നൈസ് കൂളിംഗ്. കുറച്ചും കൂടെ മുകളിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് ആയിരിക്കാം. ഞാൻ മുൻപ് ഒരു തവണ വാൽപ്പാറയിൽ വന്നിട്ടുണ്ട്.
അന്ന് അത്യാവശ്യം നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. ഇന്നെങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ് വാട്ടർഫാൾസ് എന്നറിയില്ല. പോകുന്ന വഴിക്കും എല്ലാം കാണാൻ പറ്റുമെന്നും അറിയില്ല. നോക്കാം നമുക്ക്. ഇതാ കണ്ടില്ലേ ഈ മരങ്ങൾ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം കളിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. എന്തായാലും കൊള്ളാം. ആ ഒരു മരം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്, പ്രത്യേകിച്ച് ഇതേപോലത്തെ ഹിൽ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് കൂട്ടത്തോടെ നിൽപ്പുണ്ട് ആ മരം. വാട്ടർഫാൾ എന്ന് ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ വാട്ടർഫാൾ? അങ്ങനെ നമ്മൾ തേയിലത്തോട്ടം കണ്ടു തുടങ്ങിയിരിക്കുവാണ്. ഇപ്പോഴാണ് തേയിലത്തോട്ടം തുടങ്ങിയത്. കൊള്ളാം അല്ലേ, നല്ല ഭംഗിയുണ്ട്. അതോ കണ്ടില്ലേ, അവിടെ ആയിട്ട് വാട്ടർഫാൾ. അപ്പോഴിവിടെയാണ് വാട്ടർഫാൾസ് ഉള്ളത്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. കൊള്ളാലോ, നല്ലൊരു അന്തരീക്ഷം, നല്ല തണുത്തൊരു അന്തരീക്ഷം. ഹിൽ സ്റ്റേഷനിലെ ഇതേപോലത്തെ ചെറിയ ചെറിയ കവലകൾ കാണാനൊരു പ്രത്യേക ഫീലാണ്. ഇതാകണ്ടല്ലേ, ഈ കാണുന്നതാണ് വാട്ടർഫാൾസ്. ചെറിയൊരു അരുവിയാണ്. ഇത് അങ്ങോട്ടൊക്കെ ആയിട്ട് ആൾക്കാരെല്ലാം മുകളിലോട്ട് പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നുള്ള ഫോട്ടോസ്. എന്തായാലും ഈ തേയിലത്തോട്ടത്തിൻ്റെ ഈ ഒരു കളർ, ഒരു പച്ച കളർ കാണാൻ കണ്ണിനൊരു കുളിർമയാണ്. എത്ര കണ്ടാലും മടുക്കില്ല. ഫാക്ടറി സെയിൽസ് ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ ശരിക്കും നല്ലൊരു തണുത്ത അന്തരീക്ഷം ഫീൽ ചെയ്ത് തുടങ്ങി. നമ്മുടെ മൂന്നാറിലൊക്കെ ഉള്ളൊരു തണുപ്പുണ്ടല്ലോ, ഏകദേശം അതുപോലത്തെ ഒരു തണുപ്പ്. 2 സൈഡിലായിട്ടും മതിൽ പോലെ കെട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കെട്ടിയിരിക്കുന്നതല്ല, ചെടി വെട്ടി വെട്ടി തിരിച്ചിട്ടുണ്ട്, ഒരു ബോർഡർ പോലെ. അത് കൊള്ളാമല്ലേ, ശരിക്കും ഒരു മതിൽ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് അങ്ങോട്ടായിട്ടെല്ലാം ഒരുപാട് തേയില തൊഴിലാളികൾ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട്. തേയില നുള്ളിക്കൊണ്ട് നിൽക്കുന്നത് കാണാം. കണ്ടല്ലേ, അവിടെ എല്ലാമായിട്ട് ആൾക്കാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുവാണ്. ഇവിടെ പോസ്റ്റ് ഓഫീസൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ ബസ് നിർത്തിയായിരുന്നു. ഇതൊരു ബസ് സ്റ്റോപ്പായിരുന്നു. എന്നിട്ട് വീണ്ടും ബസ് മുന്നിലേക്ക് പോവുകയാണ്. എന്തായാലും കാഴ്ചകൾ കാണാൻ അതിമനോഹരമാണ്. കണ്ടില്ലേ, ഇതാ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോഴേ നോക്കേ, താഴെയായിട്ട് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളെല്ലാം കാണാം. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. താഴെയായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നീളത്തിൽ ഓടിട്ട ക്വാർട്ടേഴ്സുകൾ, ലയങ്ങൾ. കൊള്ളാം. സത്യത്തിൽ അതിങ്ങനെ തേയിലത്തോട്ടത്തിനിടയിൽ കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. ഇതവിടെ ആയിട്ട് നോക്കേ, ചെറുതായിട്ട് വെയിലടിക്കുന്നത് ആ ഒരു തേയിലയുടെ കിളുനിലയിൽ. കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, റോഡിന് ഇരുവശത്തായിട്ടും ഒരു മതിൽ കെട്ടിയതുപോലെ, ഒരു ബോർഡർ പോലെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. അതുപോലെ ഇവിടെയും ബസ്സിൻ്റെ ഹോണടി. ഇവിടെയും നോക്കേ, അതേപോലെ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ കാണാൻ. ഇവിടെ ആയിട്ട് തേയിലത്തോട്ടത്തിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ബസ്സൊക്കെ നിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ ഓരോ വളവുകളും വളയുമ്പോഴും തേയിലത്തോട്ടത്തിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ കണ്ട് നമുക്കിങ്ങനെ മുന്നിലേക്ക് യാത്ര ചെയ്യാം. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ വാൽപ്പാറയ്ക്ക് പോകാൻ. ഏകദേശം ഇനി ഒരു 10 ഹെയർ പിൻ ബെന്നും കൂടെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ടർഫാൾ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആയിട്ടൊരു തേയിലത്തോട്ടത്തിൻ്റെ ഫ്രണ്ടിലായിട്ട്. അങ്ങനെ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വനപ്രദേശത്തിലേക്ക് കയറിയിരിക്കുവാണ്. ഇവിടെ നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. നല്ലൊരു ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു വനത്തിൻ്റെ ഇരുട്ട്. പിള്ളേർ പൊളിക്കുവാണല്ലോ. അങ്ങനെ നമ്മൾ ആ ഒരു തിക്ക് ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു വ്യൂവിലേക്ക് വന്നിരിക്കുവാണ്. നേരത്തെ കണ്ടതുപോലത്തെ ആ ഒരു ലയങ്ങളെല്ലാം താഴെയായിട്ട് വീണ്ടും കാണാൻ സാധിച്ചായിരുന്നു. ഇതോ കണ്ടില്ലേ, അവിടെ ആയിട്ട് താഴെയായിട്ട് കണ്ടില്ലേ
അങ്ങനത്തെ കാഴ്ചകൾ മാറി മാറി വരും. വന അന്തരീക്ഷവും പിന്നെ തേയിലത്തോട്ടവും അങ്ങനെ മാറി മാറി വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം അല്ലേ? താഴെയായിട്ട് ഒരു പ്രത്യേക കളർ വയലറ്റ് കളർ പൂവ് നിൽക്കുന്നുണ്ട്, നോക്കേ, കൂട്ടത്തോടെ. അത് കൊള്ളാമല്ലോ. അങ്ങനെ ഓരോ വളവുകളും വളയുമ്പോഴും അവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്റ്റാളുകൾ കാണും കേട്ടോ. ബ്രെഡ് ഓംലേറ്റ് അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ കാണും. ഇവിടെയും ഉണ്ട് ബ്രെഡ് ഓംലേറ്റും ചെറിയൊരു ബസ് സ്റ്റോപ്പും അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു സ്ഥലം. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ മാറിയിരിക്കുവാണ്. ഒരു വളവിൽ ബസ് നിർത്തിയിരിക്കുവാണല്ലോ. ഫ്രണ്ടിലൂടെ വേറെ ഏതോ ബസ് വളഞ്ഞു വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഫ്രണ്ടിൽ കൊണ്ട് ഏതോ വണ്ടി കുറുക്ക് വെച്ചിട്ട് ഷോ കാണിക്കുവാണ്, ചെറിയ വണ്ടികളെ. അങ്ങനെ നമ്മുടെ ബസ് 32ാമത്തെ ഹെയർ പിൻ ബെൻഡ് വളയുവാണ്. ഇനി ഒരു 8 ഹെയർ പിൻ ബെൻഡ് കൂടെ കഴിഞ്ഞാൽ വാൽപ്പാറ എത്തും. ഇപ്പോൾ സമയം 1:45 എനിക്ക് തോന്നുന്നു 2 മണി 2:15 ആകുമ്പോൾ വാൽപ്പാറ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കേ, വലിയൊരു മല, അതിന് താഴെയായിട്ട് ഇഷ്ടം പോലെ ഒരുപാട് ഏക്കറിൽ തേയിലത്തോട്ടം. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? അങ്ങനെ 33ാമത്തെ ഹെയർ പിൻ ബെൻഡാണ്. അവിടെ ഒരു കടുവയുടെ ഫോട്ടോ എല്ലാം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ഹെയർ പിൻ ബെൻഡിലും ഓരോരോ ജീവികളുടെ ഫോട്ടോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 39ാമത്തെ ഹെയർ പിൻ ബെൻഡ് വളഞ്ഞിരിക്കുവാണ്. ഇനി ഒരു ഹെയർ പിൻ ബെൻഡ് കൂടെ ഉള്ളൂ, അപ്പോഴേക്കും നമ്മൾ വാൽപ്പാറയിലേക്ക് പ്രവേശിക്കും. യെസ്, അങ്ങനെ 40ാമത്തെ ഹെയർ പിൻ ബെൻഡും വളഞ്ഞിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ വാൽപ്പാറയിലേക്ക് പ്രവേശിച്ചിരിക്കുവാണ്. എന്തോ സംഭവം? എന്താ സംഗതി എന്നറിയാൻ വയ്യ. സാധാരണ ഈ തമിഴ്നാട്ടിലൊക്കെ മരിക്കുമ്പോൾ ഇതേപോലെ ഡപ്പാങ്കൂത്തും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് നമ്മൾ സിനിമകളിലൂടെ എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും സംഗതിയാണോ എന്നറിയില്ല. എന്തായാലും അവിടെ ബാൻഡ് മേളമെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ മലയുടെ മുകളിലായിട്ട് നോക്കി, അത്രയും ഭാഗത്തായിട്ട് മാത്രമായിട്ട് ഒരു പുൽത്തകിടി പോലെ കാണുന്നില്ലേ? അത് കൊള്ളാം അല്ലേ? കൈ വളവുകളായതുകൊണ്ടേ ബാക്കിലും കൂടി ഇരിക്കുന്നത് കൊണ്ട് ഇത് കണ്ടില്ലേ? താഴെയായിട്ട് തേയിലത്തോട്ടത്തിലെ തേയിലയെല്ലാം എടുക്കുന്ന ലോറിയാണ് അങ്ങോട്ടേക്ക് പോയത്. തേയിലത്തോട്ടത്തിന് ഉള്ളിലേക്കെല്ലാം ഓരോ വഴികളുണ്ട്, പക്ഷെ അങ്ങോട്ടേക്കൊന്നും പബ്ലിക്കിന് പ്രവേശനമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ വഴിയെല്ലാം കാണാനൊരു എന്തോ ഒരു പ്രത്യേകതയുണ്ട്. കണ്ടില്ലേ? താഴെയായിട്ട് നോക്കേ, കൊള്ളാം അല്ലേ? ഇവിടെ നോക്കുമ്പോൾ താഴെയായിട്ടൊരു തേയില ഫാക്ടറി കാണാൻ പറ്റുന്നുണ്ട്. ഇതോ ആ കാണുന്നത് ഒരു തേയില ഫാക്ടറിയാണ്. കണ്ടില്ലേ? അവിടെ ആയിട്ട് വലിയൊരു ഫാക്ടറി കാണുന്നുണ്ട്. അയ്യർപ്പടിയോ? 40ാമത്തെ ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞാലും ഉടനെ നമ്മൾ ടൗണിലേക്ക് എത്തിയില്ല കേട്ടോ. വീണ്ടും കുറേ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് കണ്ട് യാത്ര ചെയ്യാം. ഇവിടെ ആയിട്ട് നോക്കേ, ഒരു കട ഏറിലാണ് നിൽക്കുന്നത്, ഏറുമാടം പോലെ. ഇവിടെ ആയിട്ട് ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് റൊട്ടിക്കടൈ. എനിക്ക് തോന്നുന്നു പണ്ട് ഇവിടെ ആയിരുന്നായിരിക്കാം തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളെല്ലാം വന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു ക്യാൻറ്റീനോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അത് അങ്ങനെ ആയിരിക്കും ഈ സ്ഥലത്തിന് റൊട്ടിക്കടയെന്ന് പേര് വന്നതെന്നാണ് എൻ്റെ ഒരു ദൈവത്തിനറിയാം. എന്തായാലും റൊട്ടിക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പഞ്ചർ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഇത് ആ കാണുന്നത് ഒരു പഞ്ചർ വർക്ക്ഷോപ്പാണ്. അങ്ങനെ അത്യാവശ്യം കടകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് റൊട്ടിക്കടൈ. അങ്ങനെ റൊട്ടിക്കടയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ ബസ് വാൽപ്പാറ എത്തിയിരിക്കുവാണ്. വാൽപ്പാറ ടൗണിലേക്ക് കയറിയിരിക്കുവാണ്. റൂം, ഹോം സ്റ്റേ അങ്ങനത്തെ പല പല ബോർഡുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ കാണുന്നത് വാൽപ്പാറ പോസ്റ്റ് ഓഫീസ് ആണെന്നാണ് തോന്നുന്നത്. പോസ്റ്റ് ഓഫീസ് പോലത്തെ ഒരു അതെ, പോസ്റ്റ് ഓഫീസ് തന്നെയാണ്. ഇവിടുത്തെ പിൻകോഡ് 642127. ചെറിയ ഒമിനി വാനെല്ലാം ഉണ്ട്. ടൂറിസ്റ്റുകളെയും കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഒരുപാട് ഒമിനി വാൻ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. കൂടുതലും ഒമിനി വാനാണെന്നാണ് തോന്നുന്നത്. ഇവിടെ എല്ലാമായിട്ട് കുറേ ഒമിനി വാൻ ഉണ്ട്. പിന്നെ ടാറ്റാ സുമയും അല്ലാത്ത വണ്ടിയെല്ലാം ഉണ്ട്. എന്നാലും ഞാൻ കുറേ ഒമിനി വാൻ കണ്ടു. എന്താ ഇവിടെ ആയിട്ടൊരു അമ്പലമെല്ലാം കാണുന്നുണ്ട്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ വാൽപ്പാറൈ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുവാണ്. ഈ കാണുന്നതാണ് വാൽപ്പാറൈ ബസ് സ്റ്റാൻഡ്.
ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. അങ്ങനെ ഞാൻ വാൽപ്പാറ ടൗണിൽ ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ വന്നിറങ്ങിയ ബസ്സാണ് ഇതോ പോകുന്നത്. ഇവിടെ വേറൊരു ബസ് എങ്ങോട്ടോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പോകാൻ തയ്യാറായി കിടക്കുവാണ്. കട്ട് ചേസ് ബസ്സാണ്, ചെറിയ ബസ്സാണ്. നമ്മൾ ബസ്സിൽ കയറിയത് 11:30 ആ ഒരു സമയത്താണ് ബസ് സ്റ്റാർട്ട് ചെയ്തത്. 2:30 ആയപ്പോൾ ബസ് വാൽപ്പാറ എത്തി. 3 മണിക്കൂറത്തെ യാത്ര. എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബാക്കി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. അങ്ങനെ ഞാൻ പൊള്ളാച്ചിയിൽ നിന്നും 65 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതിന് ശേഷം വാൽപ്പാറയിലെത്തി. ഇവിടെ വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 64 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു. അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു. ചിക്കൻ്റെ ആ ഒരു പീസെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണിക്ക് 130 രൂപയായിരുന്നു. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം ഇവിടെ വന്നൊരു സിംഗിൾ റൂം എടുത്തു. 500 രൂപയായിരുന്നു സിംഗിൾ റൂമിന്. കുറച്ച് ഒന്ന് തിരക്കി നടന്നു ഈ ഒരു സിംഗിൾ റൂമിന് വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം ഡബിൾ റൂം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇന്നത്തെ ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് റൂമിന് അത്യാവശ്യം ഡിമാൻഡായിരുന്നു. അങ്ങനെ ഒരിടത്ത് ഒരു റൂം കിട്ടി. അങ്ങനെ ആ ഒരു റൂം എടുത്ത് റൂമിൽ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഇരുന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. ബിരിയാണിയൊക്കെ കഴിച്ചതിൻ്റെ ആ ഒരു ക്ഷീണമാണെന്ന് തോന്നുന്നു. ഫോൺ നോക്കി കുറച്ച് നേരം ഒന്ന് കിടന്നതാണ്, അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങി. ഇപ്പം വൈകുന്നേരം 5:25 ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു വാൽപ്പാറയും പരിസരവും ഒന്ന് നടന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ആയിട്ടെല്ലാം റൂംസിൻ്റെ എല്ലാം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടെല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, റൂംസ്. ഇതാ ഇവിടെ ആയിട്ട് തണുപ്പിനെ അതിജീവിക്കാനുള്ള ടൈപ്പ് കച്ചവടങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഭയങ്കര തണുപ്പായിട്ടുള്ളൊരു സ്ഥലമല്ല. നമ്മുടെ ഈ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ അത്രയൊന്നും തണുപ്പില്ല. പക്ഷേ എന്നാലും തണുപ്പുണ്ട്. രാത്രിയാകുമ്പോഴും നല്ല തണുപ്പായിരിക്കും. പക്ഷേ അത്രയ്ക്കും വേണ്ടി വലിയ തണുപ്പില്ല. എന്നാലും കുഴപ്പമില്ല, തണുപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, വരി വരിയായിട്ട് അതുപോലത്തെ പലതരം കച്ചവടങ്ങളൊക്കെയാണ്. കയ്യിലിടുന്ന ഗ്ലൗവും കാലിലിടുന്ന സോക്സും ട്രാക്ക് പാൻറ്റുകളും എല്ലാം ഉണ്ട്. കുറച്ച് സ്റ്റാളുകളെല്ലാം ക്ലോസ്ഡ് ആണ്. നാളെ തുറക്കുമായിരിക്കാം, ഞായറാഴ്ചയെ. ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണല്ലോ അവർക്ക് സെയിൽ നടക്കുന്നത്. ഇവിടെ എല്ലാമായിട്ട് ടൂറിസ്റ്റിനെ ആകർഷിക്കുന്ന കച്ചവടമുണ്ട്. പിന്നെ അല്ലാത്ത ഇവിടെ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കച്ചവടങ്ങളും ഉണ്ട്. അങ്ങനെ പലതരം കച്ചവടങ്ങൾ പോകുന്ന വഴിക്ക് കാണാം. ഇതാ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് റോഡിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് കണ്ടില്ലേ, പോ ഇതാ നോക്കേ, ആ ഭാഗത്തായിട്ട് തേയിലത്തോട്ടം ഇങ്ങനെ കാണാം. ഈ കാണുന്നതൊരു ഫിഷ് സ്റ്റാളാണ്. പക്ഷേ മീനുകളൊന്നും കാണുന്നില്ല, എല്ലാം സെയിലായെന്ന് തോന്നുന്നു കേട്ടോ. കാണുന്നത് ഗവൺമെൻറ് കോളേജാണ് കേട്ടോ. ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് വാൽപ്പാറ. അങ്ങനെ വാൽപ്പാറയിലൊരു കോളേജെല്ലാം ഉണ്ട്. കോളേജും സ്കൂളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. വലിയൊരു ടൗണാണ് വാൽപ്പാറ. ഇതാ നോക്കിയേ, പുഷ്പയുടെ ലോറി പോലത്തെ ഒരു ലോറി. കൊള്ളാമല്ലേ, വളച്ച് തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. എവിടെയായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഷോളയാർ ഡാം 23 കിലോമീറ്റർ, കുരങ്ങുമുടി 10, ചാലക്കുടി 107 കിലോമീറ്റർ, ആതിരപ്പള്ളി 76 കിലോമീറ്റർ. അങ്ങനെ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെയായിട്ടൊരു അമ്പലമെല്ലാം കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ വാൽപ്പാറയിലെ തട്ടുതട്ടായിട്ടുള്ള ആ ഒരു വീടെല്ലാം കാണാം. ഇങ്ങനൊരു വ്യൂ ആണ് ഞാനിങ്ങനെ നോക്കി നടന്നത്. നോക്കേ, നമ്മൾ മൂന്നാർ, പിന്നെ ഊട്ടി, കൊടൈക്കനാൽ അവിടെ എല്ലാം കാണുമല്ലോ ഇതേപോലെ തട്ടുതട്ടായിട്ട് വീടുകൾ. ഹിൽ സ്റ്റേഷനുകളിൽ ഇങ്ങനെ വീടുകൾ കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. തട്ടുതട്ടായിട്ട് വീടുകളും ഹോം സ്റ്റേയും ലോഡ്ജും എല്ലാം ഉണ്ട്. അതിങ്ങനെ കാണാൻ ഒരു പ്രത്യേക അനുഭവമാണ്. ബാക്ക്ഗ്രൗണ്ടായിട്ട് അതിവിശാലമായ തേയിലത്തോട്ടം, താഴെയായിട്ടൊരു ഗ്രൗണ്ട് എല്ലാം ഉണ്ട്. നോക്കേ, അത് കൊള്ളാം അല്ലേ. അങ്ങനെ ഞാൻ ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞൊരു ആരോ കണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വഴി നടന്നു വന്നപ്പോൾ ബോട്ട് ഹൗസിൻ്റെ അടുത്തെത്തി. പക്ഷേ ഇവിടെ വെള്ളമില്ല, കണ്ടില്ലേ, വെള്ളം വറ്റി കിടക്കുവാണ്. അതുകൊണ്ട് ബോട്ടിങ് ഇപ്പോഴും നിലവിലില്ല. പക്ഷേ ഈ ഒരു പരിസരമെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഇതാ കണ്ടില്ലേ, താഴെയായിട്ടൊരു അരുവിയെല്ലാം ഒഴുകി വരുന്നുണ്ട്. അതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു ബോട്ട് ഹൗസിനടുത്തായിട്ട് വർക്ക്ഷോപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. കാറിൻ്റെ എല്ലാം വർക്ക്ഷോപ്പുണ്ട്. വാൽപ്പാറ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്ററേ ഉള്ളൂ ഈ ഒരു ബോട്ട് ഹൗസിലേക്കുള്ള ദൂരം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പുണ്ട്. ഞാനിങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് നോക്കി, അവിടെ തേയിലത്തോട്ടത്തിൽ എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞിട്ടിറങ്ങുവാന്ന് തോന്നുന്നു കേട്ടോ. ഞാനിങ്ങനെ തിരികെ നടന്ന ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി കണ്ടു കേട്ടോ. ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ പരിസരം വരെ ഒന്ന് പോയിട്ട് വരാം. സത്യത്തിൽ എത്ര കണ്ടാലും മടുക്കത്തില്ല ഇങ്ങനത്തെ ഈ ഒരു കാഴ്ചകളെ. നടന്ന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുവാണ്. നല്ല വെട്ടിച്ചീകി നല്ല ഫിനിഷിങ്ങോടെ നിർത്തിയിരിക്കുന്നു. തട്ടായിട്ട് മുകളിലേക്കുണ്ട്. നോക്കേ, കൊള്ളാം അല്ലേ. വെള്ളം ഒഴുകിപ്പോകുന്നതിൻ്റെ ആ ഒരു ഗളകള സൗണ്ട്
ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതാ കണ്ടില്ലേ? അങ്ങനെ ഞാൻ തിരികെ നടന്ന് വാൽപ്പാറ ടൗണിലേക്ക് വന്നു. പിന്നൊരു കാര്യം, ഇതേപോലെ കാളകൾ നിയന്ത്രണം വിട്ട് വരും കേട്ടോ. ഇതൊന്നും ചെയ്യത്തൊന്നുമില്ല, പക്ഷേ ഇത് ഓടി വരുന്ന കാണുമ്പോഴും ചിലപ്പോൾ പേടിയാവും. മനസ്സിലായില്ലേ? അതൊന്ന് സൂക്ഷിച്ചുകൊള്ളുക. എന്തായാലും ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടൊരു വൈബ് ഒരു ചായക്കട, നമുക്കൊരു ചായ കുടിക്കാം. കൊള്ളാം, നല്ല ചായ. അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ടിരുന്നപ്പോൾ സമയം അങ്ങ് പോയി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നപ്പോൾ സമയം അങ്ങ് പോയി. ഇപ്പോൾ 6:45. ഇനിയിപ്പോഴേ സത്യത്തിൽ ഈ ഒരു സമയത്ത്, അതായത് വൈകുന്നേരം ഒരു 6:30 സമയത്ത് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറിലൊക്കെ നടക്കണമെങ്കിൽ ഭയങ്കര എന്താ പറയുന്നത്, നല്ല തണുപ്പായിരിക്കും. ഇവിടെയും തണുപ്പുണ്ട്, തണുപ്പില്ല എന്നല്ല പറയുന്നത്, പക്ഷേ നമുക്ക് സ്വെറ്ററൊന്നും ഇടാതെ നടക്കാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഇത്രയും തണുപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരുപാട് തണുപ്പിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ക്ലൈമറ്റ് കൊള്ളാം. എന്തായാലും ഞാൻ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോയിട്ട് നമുക്ക് നാളെ ഇറങ്ങാം. നാളെ പകൽ രാവിലെ ഇറങ്ങാം, അതാണ് ഉദ്ദേശം. എന്തായാലും റൂമിലേക്ക് പോവാം.